ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഗണപതി ഭഗവാനെ ഏത്തമിടാറുണ്ടല്ലോ. എന്നാൽ അതിൻ്റെ പിന്നിലെ ഐതിഹ്യവും ശാസ്ത്രീയവുമായി വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് കേവലം വെറും ഒരു ആചാരമോ അല്ലെങ്കിൽ ഒരു വഴിപാടോ മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും ഉന്മേഷം നൽകുന്ന ഒരു പ്രധാന ക്രിയ കൂടിയാണ്. ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ ഐതിഹ്യപരമായി പറയുന്നത് ഇതാണ്. ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ സുദർശനചക്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗണപതി കൈക്കലാക്കി വായിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. ഇത് ഗണപതിയിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ഒരു മാർഗവുമില്ല. ഒടുവിൽ മഹാവിഷ്ണു ഒരു സൂത്രം തന്നെ പ്രയോഗിച്ചു. തൻ്റെ ഇടത് കൈകൊണ്ട് വലത് ചെവിയിലും വലത് കൈകൊണ്ട് ഇടത് ചെവിയിലും പിടിച്ച് ഗണപതിയുടെ മുന്നിൽ കുനിഞ്ഞു നിന്നു ഏത്തമിട്ടു. എന്നാൽ തുമ്പിക്കൈ മാത്രമുള്ള ഗണപതിക്ക് വിഷ്ണുവിൻ്റെ ഈ വിചിത്രമായ നൃത്തം കണ്ടപ്പോൾ ചിരി അടക്കാനായില്ല. ഗണപതി പൊട്ടിച്ചിരിക്കുകയും തൻ്റെ വായിലുള്ള സുദർശനചക്രം പുറത്തേക്ക് വീഴുകയും ചെയ്തു. മഹാവിഷ്ണു വേഗം അത് തിരിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നത് ഭക്തർ ഒരു ആചാരമാക്കിയത്. എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയവും ആരോഗ്യപരമായ രഹസ്യമുണ്ട് ഇതിന്. ശാസ്ത്രത്തിൽ പറയുന്നത് സൂപ്പർ ബ്രെയിൻ യോഗ എന്നാണ് ഇതിന്. ആധുനിക ശാസ്ത്രത്തിൽ ഇതിന് സൂപ്പർ ബ്രെയിൻ യോഗ എന്നാണ് പറയുന്നത്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നു. കൈകൾ പിണച്ച് ചെവിയിൽ അമർത്തുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ പ്രധാന നാഡീവ്യൂഹങ്ങൾ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മസ്തിഷ്കങ്ങളുടെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞു നിവരുമ്പോൾ ശരീരത്തിലെ രക്തഓട്ടം വർദ്ധിക്കുകയും നാഡീഞരമ്പുകൾക്ക് ഉന്മേഷം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിലാണെങ്കിൽ പഠനത്തിലെ ഏകാഗ്രതയും പഠന മികവും കൂട്ടാൻ ഈ ക്രിയ വളരെ ഫലപ്രദമാണെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണമായി ഏത്തമിടേണ്ടത് 3, 5, 12, 21 എന്നീ ക്രമപ്രകാരമാണ്. ഹരി ഓം.